എസ് കെ ഇപ്പോൾ ജനപ്രതിനിധികൾ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ എത്തി റുബിൻലാലിനെ കണ്ടിട്ടുണ്ട്. റുബിൻലാലിനോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ അല്പസമയം സമയത്തിനകം പുറത്തേക്ക് വരികയും ചെയ്യും. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റുബിൻലാലിന് ജാമ്യം എടുക്കുക എന്നുള്ള നടപടിയായിരിക്കും ഇനി അടുത്ത ഘട്ടത്തിൽ ഉണ്ടാകേണ്ടത്. അതിനുള്ള പേപ്പർ വർക്കുകൾ ഒക്കെ തന്നെ അകത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. എസ് കെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കേരളത്തിലെ എല്ലാ പോലീസുകാരും എല്ലാ പോലീസ് സ്റ്റേഷനും ഇങ്ങനെയല്ല, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും മികച്ച പോലീസ് സംവിധാനമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് പറയുന്നത്. അതിന് ചില അപവാദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ അതിരപ്പള്ളി പോലെയുള്ള സാധാരണക്കാരുള്ള കർഷകരുള്ള പാവപ്പെട്ട ആളുകൾ ഉള്ള സ്ഥലത്ത് ഈ ഉദ്യോഗസ്ഥരാണ് ഇവിടുത്തെ കോടതിയും ഇവിടുത്തെ നിയമവും നീതിന്യായ സംവിധാനവും എല്ലാം എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. തിരുവായ്ക്കെതിർവായില്ലാത്ത അവസ്ഥയാണ്. ഇനി അങ്ങനെ ഒരു അവസ്ഥ ഈ സ്ഥലത്തുണ്ടാകരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി പറഞ്ഞതനുസരിച്ച് വനത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ അല്ലെങ്കിൽ വനവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തൊരു പ്രശ്നമുണ്ടായാൽ അത് മാധ്യമപ്രവർത്തകർ ഇനിമേൽ റിപ്പോർട്ട് ചെയ്യേണ്ട എന്നാണോ വനം വകുപ്പ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാം. യുദ്ധസ്ഥലത്ത് പോലും പോയി റിപ്പോർട്ട് ചെയ്യുന്നവരാണ് മാധ്യമപ്രവർത്തകർ. ഗസയിൽ വലിയ തോതിൽ യുദ്ധം നടന്ന സമയത്ത് നമ്മുടെ മാധ്യമപ്രവർത്തകരടക്കം അവിടെ പോയിരുന്നു. 24 അടക്കം ആളെ വിട്ടിരുന്നു. കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും മാധ്യമപ്രവർത്തകർക്ക് നിർഭയം പോകാം, റിപ്പോർട്ട് ചെയ്യാമെന്നിരിക്കെ ഈ കേരളത്തിലെ അതിരപ്പള്ളിയിലെ റിട്ടയർഡ് SP ജോർജ് ജോസഫ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, അങ്ങ് ഈ കാര്യം അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോഴും പോലീസുകാർ അപരിഷ്കൃതമായ രീതിയിൽ കുറ്റങ്ങളിൽ ആരോപിക്കപ്പെടുന്ന പ്രതികളെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നടന്നത്. അങ്ങ് ഒരുപാട് കാലം പോലീസ് സൂപ്രണ്ടായി ഇരുന്ന ആളാണല്ലോ. യഥാർത്ഥത്തിൽ ഒരുപാട് നല്ല പോലീസ് ഓഫീസേഴ്സുള്ള നല്ല പോലീസുകാരുള്ള സംസ്ഥാനത്ത് ഇത്തരം പോലീസ് ഓഫീസർമാർ വലിയ വലിയ അപവാദമാകുന്നത് മാത്രമല്ല പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമാകുന്നു ഈ ആൻഡ്രിക് ഗ്രോമക്കിനെ പോലെയുള്ള ആളുകൾ. എന്താണ് അങ്ങക്ക് പറയാനുള്ളത് ഈ കാര്യത്തിൽ? പോലീസിന്റെ ഭാഗത്തു നിന്ന് തെറ്റായ ഒരു നടപടി തന്നെ അത്. ഞാനത് ശ്രദ്ധിച്ചു. കാരണം ഒരു പന്നി അവിടെ പരിക്കേറ്റ് ഇവിടെ കിടക്കുന്ന ആ വനത്തിനകത്ത് കിടക്കുന്ന ഫോട്ടോ എടുക്കാൻ പോയതാണ്. അപ്പം ആ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ പത്രപ്രവർത്തകന് അവന്റെ ഡ്യൂട്ടി ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യയിലെ ഒരു കാര്യം പോലീസ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മനസ്സിലാക്കണം. ഇവിടെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഭരണഘടനാപരമായി നൽകിയിട്ടുള്ള ഒരു അവകാശമാണ് ജേർണലിസ്റ്റുകൾക്ക്. ഫോർത്ത് എസ്റ്റേറ്റിന് ആ ഫോർത്ത് എസ്റ്റേറ്റ് അവരുടെ ജോലി ചെയ്യാനായിട്ട് ഇവർ തടസ്സം നിൽക്കുന്നത് തീർച്ചയായിട്ടും അതൊരു കുരിമല കുറ്റമായിട്ട് കണക്കാക്കാൻ ഒക്കുള്ളൂ. അവിടെ നമ്മൾക്ക് കയറാൻ പാടില്ലാത്ത സ്ഥലമാണെങ്കിലും അവിടെയുള്ള വിവരങ്ങൾ വെളിയിലോട്ട് അറിയിക്കണമെങ്കിൽ അത് ഫോർത്ത് എസ്റ്റേറ്റിന്റെ സഹായത്തിന് മാത്രമേ അറിയാൻ ഒക്കുള്ളൂ. വനത്തിനകത്തൊരു കൊലപാതകം ഉണ്ടായാൽ പിന്നെ അവിടെ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വിവരം ക്ലൂ കിട്ടുന്നത് നല്ലതല്ലേ? അപ്പൊ അത് വനം നശിപ്പിക്കാനോ വനത്തിനകത്ത് ആൾക്കാർ കയറി ഇറങ്ങി സഞ്ചരിക്കാനല്ല, അവരുടെ ആ ഒരു പൗരന്റെ പ്രത്യേകിച്ച് ഒരു ജേർണലിസ്റ്റിന്റെ ഡ്യൂട്ടി നിർവഹിക്കുകയാണ്. അതിനെ അറസ്റ്റ് ചെയ്ത് തെറ്റായി പോയി അതൊരു ഇല്ലീഗൽ അറസ്റ്റ് ആയിട്ടാണെന്നേ പറയാൻ ഒക്കുള്ളൂ. കാരണം അവിടെ വരും ഫോറസ്റ്റുകാർ മാത്രമല്ല വനത്തിൽ കയറേണ്ടത്, ഫോറസ്റ്റ് എസ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ ജേർണലിസ്റ്റുകളും കയറും. അവർ കാണിക്കുന്ന വൃത്തികേട് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഒക്കെ വെളിയിലോട്ട് അരണമെന്നുണ്ടെങ്കിൽ വനത്തിനകത്ത് വേറെ ആർക്കും പ്രവേശനമില്ല എക്സെപ്റ്റ് ജേർണലിസ്റ്റുകൾക്ക് പോകാം. ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ കണ്ടല്ലോ ആനയുടെ അവിടെ അബദ്ധവശാല് ഒരു പത്രപ്രവർത്തകന് അല്ലെങ്കിൽ ഒരു ക്യാമറാമാന് ഒരു ആനയുടെ അടി കിട്ടി മരിച്ചത് നമ്മൾ കണ്ടു. അത് എനിക്ക് തോന്നുന്നത് മാതൃഭൂമിയുടെ ഒരു പത്രപ്രവർത്തകനാണ്. അവരവരുടെ ഡ്യൂട്ടി സമയത്ത് ഇതുപോലെയുള്ള അപകടങ്ങൾ ഫേസ് ചെയ്ത് തന്നെയാണ് വാർത്തകൾ വെളിയിലെത്തിക്കുന്നത്. അത് ഉദ്യോഗസ്ഥന്മാർക്കും ഗവൺമെന്റിനും നമുക്കും ഒക്കെ ആ വിവരങ്ങൾ നൽകുന്നത് ആ ഉദ്യോഗസ്ഥന്മാർക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. അവരല്ല, കൃത്യമായ വിവരം ഫോട്ടോഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് നൽകുകയാണ്. അവരുടെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ്. അതൊരു വനത്തിനകത്തൊരു ട്രസ്പാസ് നിലനിൽക്കത്തില്ല എന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും മനസ്സിലാക്കിക്കോണം. അവർ വനത്തിനകത്ത് എന്ത് വൃത്തികേട് കാണിച്ചാൽ അത് എടുക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഫോർത്ത് എസ്റ്റേറ്റിന്റെ പ്രതിനിധിയായ ഇദ്ദേഹത്തിനുണ്ട്. ഇത് ഭരണഘടനാപരമായ ഒരു കാര്യം തന്നെയാണെന്ന് അവരിനി നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് വായിച്ചു നോക്കിക്കോളൂ. അതിനകത്ത് ഫോർത്ത് എസ്റ്റേറ്റിന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് സുപ്രീം കോടതിയും ഇന്ത്യയിലെ പാർലമെന്റ് അംഗീകരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ജോർജ് ജോസഫ്, ഈ അറസ്റ്റ് മെമ്മോ പോലെയുള്ള നടപടിക്രമങ്ങൾ ഒരു മാധ്യമപ്രവർത്തകനെ ഒരു സാധാരണ പൗരനെ അറസ്റ്റ് ചെയ്യുമ്പോഴും പാലിക്കണമെന്ന സുപ്രീം കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നിയമങ്ങളാണ് ഈ നാട്ടിൽ. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങയ്ക്ക് എന്താണ് പറയാനുള്ളത്? കാര്യം നട്ടപ്പാതിരയ്ക്ക് ഉറങ്ങിക്കിടന്ന അമ്മയോട് പോലും പറയാതെ ഈ മാധ്യമപ്രവർത്തകനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. മാത്രവുമല്ല ഈ പോലീസ് സ്റ്റേഷനിലെ ഫോൺ കുറച്ചു നേരം മാറ്റിവെച്ചു മുകളിൽ നിന്നും ആരും വിളിക്കാതിരിക്കാൻ വേണ്ടി. അത്ര നികൃഷ്ടമായ രീതിയിലാണ് ഈ CA ഇതെല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആരെ അറസ്റ്റ് ചെയ്താലും ശരി,
അത് ഇന്റിമേറ്റ് ചെയ്യണമെന്നാണ്. ഒരു വീട്ടിലാണെങ്കിൽ ആ വീട്ടുകാരെ ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ബോധ്യപ്പെടും. ഞാൻ ഇന്ന കാര്യത്തിനാണ് വന്നത്, അവിടുന്ന് തട്ടിക്കൊണ്ട് പോകുകയല്ല വേണ്ടത്, അവരെ ബോധ്യപ്പെടുത്തണം. ഞങ്ങൾ ഇന്ന കാര്യം ഇന്ന കുറ്റത്തിനാണ് ഇദ്ദേഹത്തിനെ കൊണ്ട്, അവർക്ക് അറിയണ്ടേ, അവർക്കൊരു റൈറ്റ് ഉണ്ട്. അത് സുപ്രീം കോടതിയും അതുപോലെ ഇന്ത്യയുടെ പാർലമെന്റും ഒക്കെ ഈ അവകാശങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള ഇന്ത്യൻ പൗരന്. ഒരാളെ അറസ്റ്റ് ചെയ്തതിനനുസരിച്ച് തട്ടിക്കൊണ്ട് പോകുകയല്ല, അറസ്റ്റ് ചെയ്ത വിവരം എന്തിനാണ് അറസ്റ്റ്, കൊലക്കേസിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇന്നടത്ത് ഇന്ന ആളെ കൊന്നതിനാണ്. ആയിക്കോട്ടെ, തെറ്റോ ശരിയോ ആയിക്കോട്ടെ, നമുക്ക് ധാർമ്മികമായ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ കടമയോട് നമ്മൾ യോജിക്കുന്നു. പക്ഷേ നമുക്ക് അർഹമായ ന്യായം കിട്ടാനായിട്ട് കോടതിയിലോട്ട് പോകാൻ, കോടതിയുടെ അത് പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് ചെന്ന് പറയാൻ നമുക്ക് അവകാശം, നമ്മൾ ഇന്ന കേസാണെന്ന് കൃത്യമായിട്ട് പറയാനുള്ള ഉത്തരവാദിത്തം ഭരണഘടനാപരമായി എല്ലാ പൗരന്മാർക്കും ലഭിച്ചിട്ടുണ്ട്. അത് പോലീസ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അത് മാനിക്കണം. ആ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയപ്പോൾ അമ്മയുടെ അടുത്ത് പറയണമായിരുന്നു, ഞങ്ങൾ ഇന്നടത്താണ് കൊണ്ടുവന്ന്, എന്റെ പേര് ഇന്നതാണ്. അത് പറയാനും അവരുടെ ചെസ്റ്റിലുള്ള പേരും നമ്പരും ഒക്കെ അവർ മാറ്റിക്കളയുന്നത് പലരെയും ഞാൻ കാണുന്നുണ്ട്. അതിൽ എന്തിനാണ് അവർ ഭയപ്പെടുന്നത്? നിയമപരമായ ഒരു കാര്യം ചെയ്യുന്നതിന് ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അവര് പറയണം, ഞാൻ ഇന്നയാളാണ്, ഞാൻ ജോർജ് ജോസഫാണ്, ഞാൻ ശ്രീകണ്ഠൻ നായരാണ്, ഇന്ന കാര്യത്തിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇന്ന പോലീസ് സ്റ്റേഷനിലാണ് കൊണ്ടുവന്ന്, ഇന്ന വകുപ്പാണ്, നിങ്ങൾ ബാക്കി നിയമപരമായ കാര്യം. അങ്ങനെയാണ് പോലീസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട കാര്യം അങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു ശ്രീ ജോർജ് ജോസഫ്. റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ് സംസാരിക്കുകയായിരുന്നു. അറസ്റ്റില്ല, പോലീസ് പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് അഭിഭാഷകനെ അറിയിക്കണം, വീട്ടിലുള്ളവരെ ഇൻഫോം ചെയ്യണം, അറസ്റ്റ് മെമ്മോ കൊടുക്കണം, ഇതെല്ലാം ചെയ്യേണ്ടതാണ്. ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് റൂബിൻലാലിനെ അറസ്റ്റ് ചെയ്തത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്ന ദൃശ്യം, ഇന്നലെ മുഴുവൻ, രാത്രി മുഴുവൻ ഈ റൂബിൻലാലിനെ ജെട്ടി മാത്രമിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയായിരുന്നു. ഈ നേരം വരെയും എനിക്കൊന്ന മുകളിൽ നിന്ന് ചില ആളുകൾ നമ്മുടെ വാർത്ത കണ്ട് വിളിക്കുന്നത് വരെയും ഇയാളെ ഇങ്ങനെ തന്നെ, ഇപ്പോൾ സ്ക്രീനിൽ കാണാം, റൂബിൻലാലിനെ ജെട്ടി മാത്രം ഇടിയിച്ച് പോലീസ് സ്റ്റേഷൻ നിർത്തിയിരിക്കുകയായിരുന്നു. മേലുദ്യോഗസ്ഥന്മാർ വിളിച്ചപ്പോൾ ജെട്ടി മാത്രം ഇട്ട ഒരാളെ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ നിർത്തിയാൽ അത് കാര്യം വഷളാകും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു ലുങ്കി കൊടുത്ത് അദ്ദേഹത്തെ ഉടുപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ദൃശ്യം, കാരണം ദൃശ്യങ്ങൾ കള്ളം പറയില്ല എന്നതുകൊണ്ട് സീയിങ് ഈസ് ബിലീവിങ് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാം. റൂബിൻലാലിനോട് ഇത്രയും മൃഗീയമായ രീതിയിലാണ് ഈ CI ആൻഡ്രി ഗ്രോമിക്കും ഒക്കെ പെരുമാറിയിരിക്കുന്നത്. ഇദ്ദേഹം കൊല്ലത്ത് ക്രൈംബ്രാഞ്ചിൽ CSI ആയിരുന്നു. ഇപ്പോൾ പ്രൊമോഷൻ കിട്ടി അതിരപ്പള്ളിയിലേക്ക് വന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ സർക്കിൾ ഇൻസ്പെക്ടർ എന്നുള്ള പോസ്റ്റ് ഏറ്റവും വലിയ ഉന്നത പദവിയാണെന്ന് വിഡ്ഢികളായ ഞങ്ങൾ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.